ചെന്നൈ, ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ബംഗളൂരു നഗരങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാകുമെന്ന് റിപ്പോർട്ട്. ഒക്ടോബറിൽ നേച്ചർ സസ്റ്റൈനബിലിറ്റി ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠന റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത്. ഏറ്റവും വേഗം വെള്ളത്തിനടിയിലാകുന്ന രണ്ടാമത്തെ നഗരം ചെന്നൈ ആണെന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. 50 വർഷത്തിനുള്ളിൽ 97,946 കെട്ടിടങ്ങൾക്ക് ഉയർന്ന നഷ്ടസാധ്യതയുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ട് മാധ്യമങ്ങളിൽ വന്നതോടെ ഹരിത ട്രൈബ്യൂണൽ സ്വമേധയാ കേസെടുത്തു. മറ്റ് നഗരങ്ങളുടെ വിഷയത്തിൽ അതത് സംസ്ഥാനങ്ങളോടും ട്രൈബ്യൂണൽ വിശദീകരണം തേടി. 2015 മുതൽ 2023 വരെയുള്ള ഉപഗ്രഹ ഡേറ്റ പ്രകാരം 5 മഹാനഗരങ്ങളിൽ ജലനിരപ്പ് കുറയുന്നതായി പറയുന്നു. കർശന ഭൂഗർഭ ജല നിയന്ത്രണവും നഗരാസൂത്രണവും ഇല്ലെങ്കിൽ ആയിരക്കണക്കിന് കെട്ടിടങ്ങൾക്ക് നാശനഷ്ടങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് പഠനത്തിലെ വിവരം. ഭൂഗർഭ ജല നിയന്ത്രണവും ജലമലിനീകരണ നിയന്ത്രണവും ലംഘിക്കപ്പെടുന്നതിനെയും റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇക്കാര്യത്തിൽ വിശദ റിപ്പോർട്ടാണ് ചെയർമാൻ ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവ, വിദഗ്ധ അംഗം എ സെന്തിൽവേൽ എന്നിവരുടെ ബെഞ്ച് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനിടെ ന്യൂനമർദ്ദത്തെ തുടർന്ന് തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും ഡിസംബർ 9 വരെ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ന്യൂനമർദ്ദം ഒരേ സ്ഥലത്ത് തുടരുന്നതിനാൽ മഴ തുടരാൻ സാധ്യതയുണ്ടെന്നും അറിയിച്ചിട്ടുണ്ട്. ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുള്ളതിനാൽ പുതുച്ചേരിക്ക് പുറമെ ചെന്നൈ, ചെങ്കൽപ്പെട്ട്, കാഞ്ചീപുരം, കൃഷ്ണഗിരി, ധർമ്മപുരി, തൂത്തുക്കുടി, രാമനാഥപുരം, തിരുനെൽവേലി, കന്യാകുമാരി എന്നീ ജില്ലകളിലും വരും ദിവസങ്ങളിൽ ശക്തമായ മഴ പെയ്യും. ചെന്നൈയിൽ മൈലാപ്പൂർ, റോയൽപേട്ട, നുകമ്പക്കം, ആൽവാർപേട്ട, രാജ അണ്ണാമലൈപുരം, അടയാർ, തിരുവാൺമിയൂർ, മണലി, റോയപുരം, പുതുവണ്ണാപ്പേട്ട, എഗ്മോർ, മന്ദവേലി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കൂടുതൽ മഴ പെയ്തു. കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് ചെന്നൈയിലെ എന്നൂരിലായിരുന്നു. 15 സെൻറ്റിമീറ്ററാണ് ഇവിടെ മഴ പെയ്തത്. തിരുവണ്ണാമലയിലെ ചെറ്റ്പെട്ടിൽ 13 സെൻറ്റിമീറ്ററും പുതുക്കോട്ടൈ ജില്ലയിലെ തിരുമയം, തിരുവള്ളൂർ ജില്ലയിലെ താമരൈപ്പാക്കം എന്നിവിടങ്ങളിൽ 12 സെൻറ്റിമീറ്റർ വീതവും മഴ ലഭിച്ചു. ഷോളിംഗനന്നൂർ, മണലി, പുതുനഗർ, തിരുവാരൂർ, പുതുക്കോട്ട എന്നിവിടങ്ങളിൽ 11 സെൻറ്റിമീറ്റർ വീതമാണ് മഴ പെയ്തത്. ന്യൂനമർദ്ദം അതേ സ്ഥലത്ത് തുടരുന്നതിനാൽ ഇടിമിന്നലോടെ 9-ാം തീയതി വരെ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. അതിനിടെ കഴിഞ്ഞ ദിവസങ്ങളിലായി പെയ്യുന്ന മഴയിൽ വടക്കൻ ചെന്നൈയുടെ ഭാഗങ്ങളായ എറണാവൂർ, കത്തിവാക്കം, തിരുവട്ടിയൂർ, മാധവരം എന്നിവിടങ്ങളിൽ വെള്ളം കയറി. വെള്ളം കയറിയ ഭാഗങ്ങളിൽ ജനജീവിതം സ്തംഭിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. വെള്ളക്കെട്ട് കാരണം കത്തിവാക്കം, ഹൈറോഡ്, മാധവരം, റെഡ് ഹിൽസ് റോഡ് എന്നിവയിലൂടെ വാഹനഗതാഗതം തടസ്സപ്പെട്ടു. കഴിഞ്ഞ 4 ദിവസത്തിനുള്ളിൽ എന്നൂരിൽ മാത്രം 60 സെൻറ്റിമീറ്റർ മഴ പെയ്തിരുന്നു. തുടർച്ചയായ മഴ കാരണം തിരുവട്ടിയൂർ, ജ്യോതിനഗർ, കാർഗിൽ നഗർ എന്നീ പ്രദേശങ്ങളിലെ വീടുകളിലും ചെങ്കൽപ്പെട്ട്, ഗുഡുവാൻചേരി, കാട്ടാൻകുളത്തൂർ തുടങ്ങിയ പ്രദേശങ്ങളിലെ വീടുകളിലും വെള്ളം കയറി. ബിംകോ നഗർ മെട്രോ സ്റ്റേഷൻ്റെ വാഹന പാർക്കിംഗ് സ്ഥലത്തും മാധവരത്തെ വടപെരുമ്പാക്കം, മാധവരം, റെഡ് ഹിൽസ് റോഡിലും വെള്ളം കയറി.